കുറേ ആയിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ നമ്മൾ തുടങ്ങുമ്പോൾ പാട്ട് പാടി നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പാട്ടിനെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുന്നിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനും അനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ വടക്കുന്നാഥന്റെ മുന്നിൽ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മുടെ കുഞ്ഞു മക്കളുകൾ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്നത് കാണാറുണ്ട്. പെൺകുട്ടികൾ അവർക്ക് പിന്നെ പാരൻസ് ഒന്ന് നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഇന്നത്തെ പാരൻസുകൾ. പണ്ടത്തെ പാരൻസിന് അതിനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പാരൻസ് അച്ഛനും അമ്മയും വർക്ക് ചെയ്തിട്ട് അതിനുള്ള സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു മക്കൾക്ക് നല്ല രീതിക്കുള്ള ഡ്രസ്സ് മാത്രം മതി എന്നാണ് എൻ്റെ ഒരു സജഷൻ. അവർക്ക് ലിപ്സ്റ്റിക്കോ മേക്കപ്പിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു സജഷൻ ഉണ്ട്. കാരണം കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ബ്യൂട്ടീഷ്യൻ മോഡലായിട്ടും അങ്ങനെ വർക്ക് ചെയ്യാനൊന്നുമല്ല പോണത്. അപ്പോൾ കുട്ടികൾ ആ ഒരു ഡീസൻ്റായിട്ട് പോകണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ്. കുട്ടികൾ നാച്ചുറലായിട്ടുള്ള സൗന്ദര്യം കൊണ്ട് സ്കൂളിൽ പോയി അവർ പഠിച്ച് വളർന്ന് വലുതായി അവർക്ക് ഒരു ദിവസം വരും, അവരുടെ കല്യാണ ദിവസം. അന്നത്തെ ദിവസം അവർ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് ഇരുന്നോട്ടെ, അത് എല്ലാവരും കാണും. അപ്പം ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞുമക്കളെ ഇങ്ങനെ കോപ്രായം കാണിച്ചിട്ട് പാരൻസ് അല്ലെങ്കിൽ ആ കുട്ടികളുടെ ഇഷ്ടത്തിന് വിടണ്ട എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങൾ ആ അഭിപ്രായത്തോട് യോജിക്കുമെന്നവർ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കുഞ്ഞുമക്കളെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ എങ്ങനെ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ എസ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ നല്ല കുട്ടികളാണ്, നല്ല സൗന്ദര്യമുള്ള കുട്ടികളാണ്. അതിപ്പോൾ എടുത്ത് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ കുഞ്ഞുമക്കൾ പഠിച്ച് വളർന്ന് വലുതാവും, നല്ല രീതിക്ക് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ലിപ്സ്റ്റിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കൂ. എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ സോറി ചോദിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. കുട്ടികളുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവർ നല്ലൊരു ബിഹേവാണ് നമ്മൾ കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബിഹേവ് ആരും പേഴ്സണലി അമ്മമാർ ഇഷ്ടപ്പെടില്ല. ഇനി എന്തുകൊണ്ടാണ് ആ കുട്ടികളുടെ അമ്മമാർ ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊരു അമ്മയാണ്, എനിക്കിഷ്ടമല്ല. എൻ്റെ പേഴ്സണലി കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നോട് യോജിക്കുന്നവർ ലൈക്ക് ചെയ്യൂ. കുട്ടികളെ മാക്സിമം നല്ല രീതിക്ക് നമ്മളൊക്കെ പറ്റുന്ന പോലെ എന്നാൽ എങ്ങനെ ശ്രദ്ധിച്ചാലും കുട്ടികൾ വഴിപഴിച്ച് പോകേണ്ട കാലങ്ങളാണ്. അല്ലെങ്കിൽ വഴി പഴിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. മാക്സിമം നല്ല രീതിക്ക് കുട്ടികളെ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പാരൻസ് ശ്രദ്ധിക്കും. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവർ ലൈക്ക് ചെയ്യൂ. ചേച്ചിക്ക് എന്താണ് ഈ അഭിപ്രായത്തോട് പറയാനുള്ളത്? എൻ്റെ അഭിപ്രായം നീ പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ യോജിക്കുന്നു നിൻ്റെ. താങ്ക് യു. ബൈ.